ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ദിവസവും ഞാൻ തന്നെ അടുക്കളയിലേക്ക്. ഡോറയ്ക്ക് ഇന്നും വയ്യാട്ടോ, തലയിറക്കും ദേഹം കുഴച്ചിലായിട്ട് അടക്കം രാവിലെ നന്നായിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും എഴുന്നേൽക്കേണ്ടതെന്ന് അവിടെ കിടന്നോ, ഇന്നത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ മേടിച്ച നമ്മുടെ അടുപ്പിനകത്ത് നമ്മളിപ്പോൾ ദോശ ഇവിടെ ഗ്യാസിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കൊക്കെ കുറേ സീനുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ ഡോറയ്ക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളിലെ ഉപയോഗിക്കാൻ പറ്റൂ. പമ്പ് സ്റ്റൗവിലോ അതുപോലെ തന്നെ നമ്മുടെ പൊടിയടുപ്പിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പൊടിയടുപ്പൊക്കെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെയാണെങ്കിൽ ഡോറയ്ക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഡോറയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വാങ്ങിക്കുന്നത്. അപ്പോൾ കൊള്ളാം, ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് വെച്ച് ദോശങ്ങൾ ചൂടാമെന്ന് വിചാരിച്ച്. ഇനി ചോറും കറിയും എല്ലാം വെക്കണം. അപ്പോൾ നമുക്ക് പോകെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട കടലക്കറി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ കടലക്കറി വെച്ചു. പിന്നെ അതേ ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട്. ഡോറ ഇന്നലെ മാവ് അരച്ച് വെച്ചിരുന്നു, അതുകൊണ്ട് ഇന്ന് ദോശ ചൂടാൻ പറ്റി. അങ്ങനെ ദോശയും കടലക്കറിയായി. ഇനി ചോറും കറിയും വെക്കണം. ഡോറ കിടപ്പായിട്ട് എപ്പോഴും, അതുകൊണ്ടാണ് ഡോറയെ കാണിക്കാത്തത്. എഴുന്നേറ്റ് കഴിയുമ്പോഴേ കൊടുക്കണം. ഇപ്പം തന്നെ മണി 10:15 ഇനി എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഡോറയ്ക്ക് കാപ്പി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചു. ഇനി അടച്ചിടണം ചോറ് ഗ്യാസിലിരിക്കുക. ഗ്യാസല്ല, നമ്മുടെ പമ്പ് സ്റ്റൗവിനകത്ത് വെച്ചത്. പിന്നെ ഇനി നമ്മളാണെങ്കിൽ മീൻകറി വയ്ക്കാൻ പോവാണ്. മീൻ വെട്ടി ചൂടയായിരുന്നു ഇന്ന്. നാസിയുടെ നിന്ന് നമ്മളൊരു 3 കിലോ ചൂട മേടിച്ചു കേട്ടോ. അപ്പം ചൂട വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് ചൂട ഉള്ളിയിലിട്ടെന്ന് പറയും. അതായത് മത്തി ഉള്ളിയിലിട്ട എന്നൊക്കെ പറയാറുണ്ട് നമ്മളിവിടെ. അപ്പം ചൂട ഇന്ന് ഉള്ളിയിലിട്ടതാണ്. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാളയും ശകലം ഇഞ്ചി മാത്രം മതി, വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാവേ. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മളിന്ന് ഗ്യാസിലല്ല മീൻ കറി വയ്ക്കാൻ പോകുന്നത്, ഈ അടുപ്പിലാണ്. ഇത് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇൻഡക്ഷൻ്റെ വേറൊരു ടൈപ്പ്. ഇതിലൊരു കോയിലൊക്കെ ഉണ്ട് ഇതിനകത്ത്. പഴയതാണ്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കോയിലാണ് വരുന്നത്. ഇതിൻ്റെ മേളിൽ ഏത് പാത്രം വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വെച്ച് നോക്കിയേട്ടാ. അപ്പം അത്യാവശ്യം എല്ലാ പാത്രവും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിനകത്ത് ഗ്യാസിൽ വയ്ക്കാതെ ഇതിൽ നമ്മൾ മൺചട്ടി വെച്ച് ഉപയോഗിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ തരാമെന്ന് വിചാരിച്ചു. എത്ര നേരത്തിനുള്ളിൽ ഇത് ചൂടാകും എന്ന് നമുക്ക് നോക്കാം. വെച്ചു. എത്ര നേരം കൊണ്ട് നമുക്കിത് ചൂടായി കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൺചട്ടിയിൽ അറിയാമല്ലോ, ആ അടിഭാഗം മാത്രമേ തട്ടിയിരിക്കത്തുള്ളൂ, വേറെ എവിടെയും തട്ടത്തില്ല. അപ്പം ഇതിൽ മൺചട്ടിയും വെച്ച് ഉപയോഗിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കിപ്പം ഗ്യാസ് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല, ഉണ്ട്. അപ്പോൾ ഇതിൽ മൺചട്ടി പിടിക്കുമോ, മൺചട്ടി പിടിച്ചാൽ എത്രത്തോളം ചൂടാകും എന്നൊന്നും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് വെച്ചേക്കുന്നത്. അഥവാ നമ്മൾ മൺചട്ടി ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ അടി കുഴി ഉള്ളതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് അറിയാനും കൂടി വേണ്ടി ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂട് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ 1200 ഇട്ടേക്കുന്നത്, ഒരു 2000 നമുക്ക് വെച്ച് കൊടുക്കാം. 2200 വരെയാണ് ഇതിൻ്റെ വാട്ട്സ് വരുന്നത്. നമുക്ക് 2000 വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം തന്നെ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടില്ലേ, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒന്ന് അരി ഊറ്റാൻ പോയേ, അതാ ഇത്രയും ചൂട് കയറിപ്പോയത്. നല്ലോണം ചൂട് കയറിപ്പോയി. ഞാനൊന്ന് അരി ഊറ്റാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. ഒരിത്തിരി സമയം എടുത്തു കേട്ടോ. നമ്മൾ ഗ്യാസ് വയ്ക്കുന്നതിനേക്കാൾ ഒരിത്തിരി കൂടെ സമയം എടുത്തു ചൂടാവാൻ. എന്നാലും നല്ലോണം ചൂടായി. ഞാൻ വിചാരിച്ച് പെട്ടെന്നൊന്നും അങ്ങനെ ചൂടാവത്തില്ലെന്ന്. എന്തായാലും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ ചൂടായി കേട്ടോ, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. അതൊക്കെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് ചെറുതായി പൊട്ടി വരട്ടെ. ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോവും എന്നാണ് ഞാൻ ഒരിടത്ത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ഡോറെ കൊണ്ടും കടുക് പൊട്ടിക്കാറില്ല. ജസ്റ്റ് ഒന്നത് മൂത്ത് വരട്ടെ. തീ കുറച്ചിട്ടേക്കണം കേട്ടോ. 200 ഇട്ടേക്കണം. നമുക്കിനി ചൂട് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 1400 ചൂട് വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളിയിലിട്ടത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉള്ളി കൂടുതൽ വേണം കേട്ടോ. ഇത് പണ്ട് എൻ്റെ അമ്മാമ്മയുടെ റെസിപ്പിയാണ്. അമ്മാമ്മ ഇതുപോലെ മീനൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ചിലപ്പം മത്തിയൊക്കെ മേടിക്കുമ്പം 2 ദിവസത്തേക്കൊക്കെ എടുക്കും. അപ്പോൾ 2ാമത്തെ ദിവസം എടുക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും മീനിൻ്റെ എണ്ണം. അപ്പം കറി കൂടുതൽ വേണമല്ലോ, എല്ലാവർക്കും കൂടെ ഒക്കെ തികയണമല്ലോ. അപ്പം ചെയ്യുന്നൊരു ട്രിക്കാണ് എൻ്റെ അമ്മാമ്മയുടെ.
അതുപോലെ തന്നെ ഈ ഉണക്കമീൻ വാങ്ങിക്കുന്ന സമയത്തും ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ. കൂടുതൽ ഉള്ളി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് മീൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അതായത് മീൻ ഉള്ളിലിട്ടതെന്നുള്ള രീതിയിൽ വെക്കാറുണ്ട്. അങ്ങനെ അമ്മാമ്മയുടെ റെസിപ്പി അത് പണ്ട് കണ്ടൊരു ഓർമ്മയിൽ ഞാൻ ചെയ്യുവാണ്. എനിക്ക് എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കൂടുതൽ വാചകം അടിച്ച് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കോയിൽ സ്റ്റൗ നേരത്തെ മേടിച്ചായിരുന്നേ. ഇത് കോയിലിൻ്റെ തന്നെ, ഇതിൻ്റെ തന്നെ എല്ലാ പാത്രം വെക്കാൻ പറ്റുന്ന കോയിൽ സ്റ്റൗ കിട്ടില്ല, അത് മേടിച്ചായിരുന്നു. പക്ഷേ അത് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറയ്ക്ക് 2 തവണ അതിനകത്ത് നിന്ന് ഷോക്ക് അടിച്ചു. ഒന്ന് ചായ ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കാൻ പോയപ്പോഴും ചോറ് വെച്ച സമയത്ത് അടപ്പ് മാറ്റിയപ്പോഴും 2 തവണ ഡോറയ്ക്ക് ഷോക്ക് അടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പേടി എനിക്ക് കിട്ടിയപ്പം ഞാൻ എന്ത് ചെയ്ത് അത് മാറ്റിയിട്ടാണ് ഈ അടുപ്പ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് കോയിൽ സ്റ്റൗ തന്നെയായിരുന്നു. പെട്ടെന്ന് ചൂടാവുമായിരുന്നു. ഇത് ഒരിച്ചിരി അതിനേക്കാളും ഒരിച്ചിരി കൂടെ കുറവാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഗ്യാസിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എല്ലാ രീതിയിലും സേഫാണ്. എനിക്കിത് സേഫായിട്ടാണ് തോന്നിയത്. ഡോറയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗ്യാസിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നത് ഡോറയ്ക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. ഡോറയ്ക്ക് ലൈറ്റർ കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമാണ് ഗ്യാസിനേക്കാളും ഇത് ഉപയോഗിക്കാനായിട്ട് ഡോറയുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ. അതല്ല നമ്മുടെ രീതി വെച്ചാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് കുറച്ച് കൂടുതൽ കറണ്ട് വലിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇത് ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചൊരു അടുപ്പാണ്. അപ്പം ഇൻഡക്ഷനേക്കാളും കുറച്ച് കറണ്ട് ചാർജ് ഇതിന് കൂടുതൽ എടുക്കും എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടുതലും പറ്റുന്നതെന്ന് വെച്ചാൽ സോളാറാണ് ഇതിന് കൂടുതലും പറ്റുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. നമ്മളെന്തായാലും അടുത്ത മാസം ഒരു 1 kV സോളാർ പാനൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ഗ്രിഡ് അല്ല, ഓഫ് ഗ്രിഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. എന്തായാലും നോക്കാം എങ്ങനെ വരുമെന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറൊന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി. ഈ മുളകിന് എരിവ് കുറവാട്ടോ, കളറ് മാത്രമേ ഉള്ളൂ. ആരും പെട്ടെന്ന് തെറ്റിദ്ധരിക്കില്ലേ. നമ്മളിവിടെ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്തിട്ട് ആ പച്ചമണം ഒന്ന് പോട്ടെ, അതിന് വേണ്ടിയിട്ട്. കൊള്ളാം കേട്ടോ. അടുപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാത്രം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. 1800 കേട്ടോ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷെ എങ്കിലും നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ കുടംപുളി ഇട്ട് വെച്ച വെള്ളം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടല്ലേ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുറുകലും വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ആ മീനൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെള്ളം വേണ്ട, ജസ്റ്റ് ആ മീനൊന്ന് മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറവാണോ അല്ലയോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഒന്ന് വറ്റും. ഒരു ശകലം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ. ഇത് നടുക്ക് മാത്രമായതുകൊണ്ട് ഈ കണ്ടല്ലോ നിങ്ങൾ, ഇതിങ്ങനെ സൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം വെയിറ്റ് കയറിയപ്പം അങ്ങനെ ആയിപ്പോയി. നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ.
മുങ്ങിക്കിടന്ന് വേവട്ടെ. വെന്ത് വരുമ്പോഴത്തേ അത് പറ്റുമല്ലോ. അപ്പോൾ കൂട്ടുകാരെ നമ്മളതാണ്ട് മീൻകറി ലെവലായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കിനി മീൻകറി വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പപ്പടം ഇതെടുക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം ആയതാണ് മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ അതും കൂടെ അങ്ങ് കാച്ചാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു പാക്കറ്റ് എണ്ണ അങ്ങ് കമന്ന് പോയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഈ മീൻകറി ഇവിടെ ഇവയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും പാത്രം എടുത്തായിരുന്നല്ലോ. അപ്പം സംഗതി എന്ന് വെച്ചാൽ മുളക് പൊടിക്കകത്തോട്ട് ഞാൻ എണ്ണ പൊട്ടിച്ചിട്ട് ആ കവർ അങ്ങോട്ട് ചാരി വെച്ചിരുന്നു. കുപ്പിയിലോട്ട് ഒഴിക്കാൻ മറന്നുപോയി. അത് ഫുള്ള് കമന്ന് പോയി. ഇതെന്താ, ഇനി ഇത്രയേ ഉള്ളൂ. 1 ലിറ്റർ എണ്ണ ഇച്ചിരി ഇവിടെ കിടപ്പുള്ളൂ. ഇവിടെ എല്ലാ എണ്ണയായി. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല പണിയായി. പിന്നെ ഡോറയും കൂടി കണ്ടു കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ ഡോറയുടെ വക വലിയൊരു ക്ലാസ് ഉണ്ടാവും. ഇപ്പം പപ്പടം വറുക്കാനായിട്ട് അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എണ്ണ. ബാക്കിയെല്ലാം പോയി. എണ്ണ ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് പപ്പടം വറുക്കാം ഇന്ന്. അപ്പോൾ നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അയ്യോ, എണ്ണ ചൂടായില്ല. ഞാൻ വിചാരിച്ച എണ്ണ നന്നായി ചൂടായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തീയും കുറച്ചിട്ട്. എണ്ണ ചൂടായില്ല കൂട്ടുകാരെ, എണ്ണ ചൂടായില്ല. നിങ്ങളിൽ എത്ര പേർക്ക് പൊങ്ങി വരാത്ത പപ്പടം ഇഷ്ടമാണ്? എനിക്ക് പൊങ്ങി വരുന്ന പപ്പടം ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയല്ല. എനിക്ക് ഈ പൊങ്ങി വരുന്ന പപ്പടം എനിക്കധികം ഇഷ്ടമല്ല. പൊങ്ങി വരാത്ത പപ്പടം എനിക്കിഷ്ടം. പൊങ്ങി വരുന്ന പപ്പടം ഒന്നും കാണത്തില്ല, അകമെല്ലാം പൊള്ളായിരിക്കും. നമ്മൾ പൊട്ടിച്ച് ഈ ചോറിൻ്റെയോ പായസത്തിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അതും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് പൊങ്ങി വരാത്ത പപ്പടം എനിക്ക് കൂടുതലും ഇഷ്ടം. ഞാനിങ്ങനെ ആയതുകൊണ്ട് പറയല്ല കേട്ടോ, ഇങ്ങനെ ആരും ചിന്തിക്കില്ല. ഇത് കുറച്ച് മുമ്പ് എണ്ണ ചൂടായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ എല്ലാ കുക്കിങ്ങും ഇതിനകത്തായിരുന്നു കേട്ടോ. ചോറ് മാത്രം നമ്മൾ വേറെ വെച്ചു എന്നേ ഉള്ളൂ. ബാക്കി മീൻകറി വെച്ചതും പപ്പടം, രാവിലത്തെ ദോശ, രാവിലത്തെ കടലക്കറി എല്ലാം ഞാൻ ഇതിനകത്താണ് വെച്ചത്. ഗ്യാസ് ഇല്ലെങ്കിൽ ഇനിയിപ്പം ഡോറയ്ക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. മറ്റേതെന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നു ഡോറയ്ക്ക്. പമ്പ് സ്റ്റവും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പൊടിയടുപ്പും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം ഇനിയിപ്പോഴാണെങ്കിൽ ഗ്യാസ് തീർന്നാലും കുറച്ച് ദിവസമൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത് മതിയല്ലോ. ഇപ്പം ഗ്യാസൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഞാനിവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് 1.5 മാസമായി. ഇപ്പോഴാണ് നമ്പർ വന്നിട്ട് എടുക്കാനും പറ്റിയില്ല. ആ സമയത്ത് ഞങ്ങൾക്കല്ലാതെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും വന്ന് ഒരു 3-4 ദിവസത്തേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ക്യാൻസലായിപ്പോയി. ഇനി ഒന്നും കൂടെ അടുത്തത് ബുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പപ്പടം അങ്ങനെ ഇന്ന് നമ്മൾ തന്നെ ചൂട ഉള്ളിലിട്ടത് വെച്ചു. പപ്പടം, ഇവിടെ ചോറുമായി. അങ്ങനെ എല്ലാം ഇന്ന് സെറ്റാക്കി നമുക്ക് ബാക്കിയുള്ള എല്ലാവർക്കും വിളിച്ച് കൊടുക്കാം. അമ്മയ്ക്കും പപ്പയ്ക്കും പിള്ളേർക്കും ഡോറയ്ക്കും എല്ലാം കൊടുക്കാം. ഡോറയാണെങ്കിൽ കാപ്പി കുടിച്ചിട്ട്, പ്രിൻസി ആണെങ്കിൽ കുറച്ച് ദോശ പിച്ചി വായി വെച്ച് കൊടുത്ത് അങ്ങനെ കഴിച്ചു. പിന്നെ ഡോറ നന്നായി ഛർദ്ദിക്കാൻ വെച്ച ബക്കറ്റ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇനി ആ ഛർദ്ദിലും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടൊന്ന് കളയണം. പിന്നെ വീട്ടിനകത്ത് മൊത്തം അലങ്കുലമായിട്ട് കിടക്കുക. ഇന്നലെ തൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്കങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വർക്കിനൊക്കെ പോകണം. അപ്പം വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് വരണം. അടുക്കളയ്ക്കകത്ത് മൊത്തം എണ്ണ പറഞ്ഞു പോയി, മൊത്തം തൂക്കണം. ഇന്ന് ഫുള്ള് തൂത്ത് തുടയ്ക്കണം. ഇന്ന് ഫുള്ള് എൻ്റെ പണി ഇനി ഇത് മൊത്തമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കല്ലാതെ എൻ്റേതായിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യണം. പിന്നെ ജോലിക്ക് പോകണം. അങ്ങനെ കുറേ കിടക്കുവാണ്. 1-1.25 ആവാറായി. ഇതെല്ലാം തീർത്തിട്ട് വേണം ഇനി എനിക്ക് എൻ്റെ പണിക്ക് പോകാനായിട്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഡോറയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തെ ഡോറയ്ക്ക് തീരെയും വയ്യ, എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി കേട്ടോ. കാരണം ഛർദിലും ലൂസ് മോഷൻ എല്ലാം കൂടെ വന്ന് പിന്നെ തലവേദന എല്ലാം കൂടെ. അങ്ങനെ നമ്മൾ ഡി കെയറിലേക്ക് കൊണ്ടുവന്ന് വയ്യാതെ കിടക്കുക, ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലായി. തിരിച്ചു വന്നപ്പോഴത്തെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.